നിങ്ങൾക്കെന്നെ ജീവനോടെ കുഴിച്ചുമൂടാം, പക്ഷേ എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞാൻ പോരാടും. നുണകൾ കൊണ്ട് പടുത്തുയർത്തിയ നിങ്ങളുടെ കൊട്ടാരം ഇടിഞ്ഞു വീഴും വരെ. കവി ബുച്ചുങ് സോനത്തിന്റെ കവിതയിൽ നിന്നുള്ള ഒരു ഭാഗമാണിത്. ഗുജറാത്ത് കേഡറിലെ ഒരു മുൻ IPS ഉദ്യോഗസ്ഥൻ 2011 എഴുതിയ ഒരു തുറന്ന കത്തിൽ ഈ കവിതാശകലം പരാമർശിക്കുന്നുണ്ട്. കത്ത് അഭിസംബോധന ചെയ്യുന്നത് ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ. കത്തെഴുതിയ ആളുടെ പേര് സഞ്ജീവ് ഭട്ട്. സംഘപരിവാർ ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തി തുടങ്ങിയതു മുതൽ, ഗുജറാത്ത് വംശഹത്യയ്ക്ക് പിന്നിലെ നരേന്ദ്രമോദിയുടെ പങ്കിനെക്കുറിച്ച് വെളിപ്പെടുത്തിയതു മുതൽ ഭരണകൂട വേട്ടക്കിരയായ പോലീസുകാരനാണ് സഞ്ജീവ് ഭട്ട്. ഗുജറാത്ത് പോലീസിൽ ഡെപ്യൂട്ടി കമ്മീഷണറായി തുടങ്ങിയ സഞ്ജീവ് ഭട്ട് ഇന്ന് രാജ്കോട്ട് സെൻട്രൽ ജയിലിലാണുള്ളത്. ആരാണ് സഞ്ജീവ് ഭട്ട്? 1985 IIT ബോംബെയിൽ നിന്ന് M.Tech പഠിച്ചിറങ്ങിയ, പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷം 1988 ഇന്ത്യൻ പോലീസ് സർവീസിന്റെ ഭാഗമായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച മിടുക്കനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ജോലി ആരംഭിച്ചത് ഗുജറാത്ത് കേഡറിൽ. 1999 ഡിസംബർ മുതൽ 2002 സെപ്റ്റംബർ വരെ, അതായത് ഗുജറാത്ത് കലാപം നടന്ന സമയം ഉൾപ്പെടെ, ഗുജറാത്തിലെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷയും മുഖ്യമന്ത്രി മോദിയുടെ സെക്യൂരിറ്റിയും ഭട്ടിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ഇതിനു പിന്നാലെ 2002 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ഗോദ്ര ട്രെയിൻ സംഭവവും പിന്നാലെ ഗുജറാത്ത് കലാപവും നടക്കുന്നു. 2002 സെപ്റ്റംബറിൽ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ ജനന നിരക്കിനെ കളിയാക്കിക്കൊണ്ട് നരേന്ദ്രമോദി ഒരു പരാമർശം നടത്തി. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വിഷയത്തിൽ ഗുജറാത്ത് സർക്കാരിനോട് വിശദീകരണം തേടി. പ്രസംഗത്തിന്റെ പ്രിന്റഡ് കോപ്പി സർക്കാരിന്റെ കൈവശം ഇല്ലെന്നാണ് മോദിയുടെ അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി ന്യൂനപക്ഷ കമ്മീഷന് നൽകിയ മറുപടി. എന്നാൽ ഇതേ പ്രസംഗത്തിന്റെ ട്രാൻസ്ക്രിപ്റ്റ് സഞ്ജീവ് ഭട്ട് തലവനായിരുന്ന സംസ്ഥാനത്തെ ഇന്റലിജൻസ് ബ്യൂറോ ന്യൂനപക്ഷ കമ്മീഷന് കൈമാറി. ഇതായിരുന്നു സഞ്ജീവ് ഭട്ട് സംഘപരിവാറിന്റെ കണ്ണിലെ കരടാകാനുള്ള ആദ്യ കാരണം. പിന്നാലെ സഞ്ജീവ് ഭട്ടും RB ശ്രീകുമാറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ. ആദ്യം ഗുജറാത്ത് സ്റ്റേറ്റ് റിസർവ് പോലീസ് ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പലായും പിന്നീട് 2003 സബർമതി സെൻട്രൽ ജയിൽ സൂപ്രണ്ടായും സഞ്ജീവ് ഭട്ടിനെ സ്ഥലം മാറ്റി. ഭട്ടിന്റെ അതേ IPS ബാച്ചിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം IG റാങ്ക് വരെ എത്തിയപ്പോഴും 10 വർഷത്തോളം ഒരു പ്രൊമോഷനും നൽകാതെ SP ലെവലിൽ തന്നെ ഗുജറാത്ത് സർക്കാർ സഞ്ജീവ് ഭട്ടിനെ തളച്ചിട്ടു. ഗോദ്ര സംഭവം നടന്ന് 9 വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2011 മുതലാണ് സഞ്ജീവ് ഭട്ട് സംഘപരിവാറിന്റെ പ്രത്യക്ഷമായ വേട്ടയ്ക്ക് ഇരയായി തുടങ്ങിയത്. 2011 ഏപ്രിൽ 14 സുപ്രീം കോടതിയിൽ സഞ്ജീവ് ഭട്ട് ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു. ഗുജറാത്ത് വംശഹത്യ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ അറിവോടെ നടന്നതാണെന്ന് സത്യവാങ്മൂലത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. 2002 കലാപ സമയത്ത് ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഹരേൻ പാണ്ഡ്യയും സമാനമായ ആരോപണം ഉന്നയിച്ചതും പിന്നീട് ഇദ്ദേഹം അജ്ഞാതരായ ചിലരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതും ചരിത്രത്തിലുണ്ട്. 2002 ഫെബ്രുവരി 27 ഗോദ്ര സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു യോഗം മോദി വിളിച്ചു ചേർത്തു. സബർമതി എക്സ്പ്രസിലുണ്ടായ തീപിടുത്തത്തിൽ മരണപ്പെട്ട കർഷകർക്ക് വേണ്ടി പകരം ചോദിക്കാനിറങ്ങുന്ന ഹിന്ദുക്കളെ തടയരുത്, അക്രമങ്ങളുടെ പേരിൽ നടപടിയെടുക്കരുത് എന്നായിരുന്നു ഈ യോഗത്തിൽ മോദി പോലീസിന് നൽകിയ നിർദ്ദേശമെന്നാണ് ഭട്ടിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ഈ അഫിഡവിറ്റിൽ ഗുജറാത്ത് കലാപം അന്വേഷിക്കാൻ 2008 സുപ്രീം കോടതി നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സത്യങ്ങൾ മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഭട്ട് ആരോപിച്ചു. ഗുജറാത്ത് കലാപം അന്വേഷിക്കാൻ ഒരു സ്വതന്ത്ര ഏജൻസിയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് 2011 ജൂണിൽ സഞ്ജീവ് ഭട്ട് സുപ്രീം കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. 2011 ഓഗസ്റ്റിൽ സഞ്ജീവ് ഭട്ടിനെതിരായ ആദ്യ നടപടി വന്നു. ഡ്യൂട്ടിയിൽ നിന്ന് അനധികൃതമായി അവധിയെടുത്തു, ഡ്യൂട്ടിയിൽ ഇല്ലാത്ത സമയത്തും ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചു എന്നിങ്ങനെ ആരോപിച്ച് സസ്പെൻഷൻ. ഇതേ കാരണം കാണിച്ച് 2015 ഓഗസ്റ്റ് 19 അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പുറത്താക്കി. ഇതിനിടെ 2011 ജൂൺ 24 സഞ്ജീവ് ഭട്ടിന്റെ മുൻ ഡ്രൈവറായിരുന്ന കോൺസ്റ്റബിൾ KD പന്ത് ഭട്ടിനെതിരെ FIR ഫയൽ ചെയ്തു. സുപ്രീം കോടതിയിൽ സഞ്ജീവ് ഭട്ട് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തി ഒപ്പിടിച്ചു എന്നായിരുന്നു ആരോപണം. ഈ കേസിൽ 2011 സെപ്റ്റംബർ 30 സഞ്ജീവ് ഭട്ടിനെ അറസ്റ്റ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ഭരണകൂട വേട്ടയുടെ നാളുകൾ. മനുഷ്യാവകാശ പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികളും അറസ്റ്റിനെതിരെ പ്രതിഷേധിച്ചു. ഭട്ടിന് ജാമ്യം അനുവദിക്കുന്നതിനെ ഗുജറാത്ത് സർക്കാർ കോടതിയിൽ എതിർത്തു. മനുഷ്യാവകാശ പ്രവർത്തകരും പ്രതിപക്ഷ പാർട്ടികളും അറസ്റ്റിനെതിരെ പ്രതിഷേധിച്ചു. 2012 ഏപ്രിലിൽ ഈ കേസ് സുപ്രീം കോടതി പക്ഷേ തള്ളിക്കളഞ്ഞു. എന്നാൽ മാസങ്ങൾക്കിപ്പുറം 2012 നവംബറിൽ സഞ്ജീവ് ഭട്ടിനെതിരെ 1990 ജാംനഗർ കസ്റ്റഡി മരണക്കേസിൽ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. നേരത്തെ ഈ കേസിൽ ഗുജറാത്ത് ആഭ്യന്തര മന്ത്രാലയം ഭട്ടിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. 2019 ജൂൺ 20 ഈ കേസിൽ ഭട്ടിന് ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ടു. ഇന്നും അദ്ദേഹം ജയിലിൽ തുടരുകയാണ്. ജാംനഗറിലെ ഒരു കലാപത്തിന്റെ ഭാഗമായി സഞ്ജീവ് ഭട്ട് കസ്റ്റഡിയിലെടുത്ത ഒരാൾ ദിവസങ്ങൾക്ക് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മരിച്ചിരുന്നു. ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനത്തിനിരയായി മരിച്ചതെന്ന് ആരോപിച്ച കുടുംബം സഞ്ജീവ് ഭട്ടിനും മറ്റ് 6 പോലീസുകാർക്കുമെതിരെ കേസ് കൊടുക്കുകയായിരുന്നു. 2002 ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് കൃത്രിമമായി തെളിവുണ്ടാക്കി എന്ന കേസും സഞ്ജീവ് ഭട്ട്, ആക്ടിവിസ്റ്റ് ടീസ്ത സെതൽവാദ്, മുൻ ഗുജറാത്ത് DGP RB ശ്രീകുമാർ എന്നിവർക്കെതിരെയുണ്ട്.
1996 ഒരു അഭിഭാഷകനെ മനഃപൂർവ്വം മയക്കുമരുന്ന് കേസിൽ പെടുത്തി എന്നാരോപിച്ച് ചുമത്തിയ കേസും ഭട്ടിനെതിരെയുണ്ട്. ഇതിൽ 20 വർഷമാണ് അദ്ദേഹത്തിന് ശിക്ഷയായി വിധിച്ചത്. കോടതികൾ കയറിയിറങ്ങുന്നുണ്ടെങ്കിലും സഞ്ജീവ് ഭട്ടിന്റെ ജാമ്യാപേക്ഷകൾ തുടർച്ചയായി നിരസിക്കപ്പെടുകയോ പരിഗണിക്കുന്നത് നീട്ടിവെക്കപ്പെടുകയോ ചെയ്യുകയാണ്. ഗുജറാത്ത് കലാപത്തിന്റെ ഭാഗമായി നടന്ന നരോദ പാട്യ കൂട്ടക്കൊലയുടെ ആസൂത്രകനായ ബാബു ബജ്രംഗിക്ക് ആരോഗ്യ കാരണങ്ങളും മറ്റും പറഞ്ഞ് തുടർച്ചയായി ജാമ്യം ലഭിച്ചുകൊണ്ടിരുന്ന അതേ കാലഘട്ടത്തിലാണ് സഞ്ജീവ് ഭട്ടിന് ജാമ്യം നിഷേധിക്കപ്പെടുന്നത് എന്നുകൂടിയുണ്ട്. നിലവിൽ അദ്ദേഹം ഗുജറാത്തിലെ രാജ്കോട്ട് സെൻട്രൽ ജയിലിലാണുള്ളത്. സഞ്ജീവ് ഭട്ടിന് നീതി ലഭിക്കാൻ, ജാമ്യം ലഭിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി ശ്വേത ഭട്ട് നടത്തുന്ന നിയമ പോരാട്ടവും ശ്രദ്ധേയമാണ്. ഇതൊരു യുദ്ധമാണ്. സഞ്ജീവ് തകർന്നിട്ടില്ല. അതാണ് അവരെ അത്ഭുതപ്പെടുത്തുന്നതും. അവസാനം വരെ ഞങ്ങൾ പോരാടും എന്ന് ശ്വേത ഭട്ട് ഒരിക്കൽ പറഞ്ഞു. അതെ സഞ്ജീവ്, നിങ്ങൾ പോരാട്ടം തുടരുക. ആ കവിതയിലെ വരികൾ പോലെ.